ഇറാനിൽ അമേരിക്ക നടത്തിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് വഴിയൊരുക്കിയത് ഇസ്രയേലിന്റെ ആത്മഹത്യാ സ്ക്വാഡുകളാണെന്ന് അറിയുന്നു. എത്തരത്തിലാണ് ഇസ്രയേലിന്റെ ആത്മഹത്യാ സ്ക്വാഡുകൾ ഇത്തരമൊരു നീക്കം നടത്തിയത്? ആ ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ആണവ കേന്ദ്രം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കുന്നു. അത് ഇറാൻ ഉണ്ടാക്കുന്നു. ഇറാൻ ഉണ്ടാക്കിയാൽ അത് പ്രോക്സികളുടെ കയ്യിൽ പോകും. അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം സമാധാനമില്ലാത്ത ഒരവസ്ഥയുണ്ടാവും, ത്രെട്ട് ഉണ്ടാവും. അപ്പൊ ആണവ കേന്ദ്രങ്ങളുടെ നാശമാണല്ലോ ഇറാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആക്രമണത്തിൽ ആണവ ശാസ്ത്രജ്ഞരെയും അതിന് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുള്ള സൈനിക മേധാവികളെ, റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നതരെയും, അതായത് ഈ പറയുന്നത് പോലെ ഇസ്രയേലിനെ തകർക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്നതെല്ലാം ചെയ്തു. അതായത് ഇതിന്റെ വഴി ഒരുക്കി. അതിനാണ് ഒരുപക്ഷെ രണ്ടാഴ്ച ആവശ്യമുണ്ട്, ചർച്ചയിലാണ്. അതിനകത്ത് രണ്ടാഴ്ചക്കകത്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു. ഈ രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രയേലിനെ തിരിച്ചാക്രമിക്കുന്നത് പോലെ തന്നെ അമേരിക്കയെ ആക്രമിച്ചാൽ അമേരിക്കയും തിരിച്ചാക്രമിക്കാം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്. അപ്പൊ അതിനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ബേസുകളാണ്. ആ ബേസുകളൊക്കെ ഈ പറയുന്ന സൗദിയിലും ഖത്തറിലും ഒക്കെയാണ്. ഇസ്രായേലിനെ പോലെ തന്നെ ഇറാന്റെ ശത്രുക്കളാണ് അവർ. അപ്പം അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ GCC രാജ്യങ്ങൾക്കകത്തൊരു പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് കരുതൽ വേണം. അതുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ പ്രാപ്തമല്ലാത്ത രീതിയിൽ അവരുടെ ലോഞ്ചുകൾ, അവരുടെ സംവിധാനങ്ങൾ, അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇതെല്ലാം തകർക്കണമായിരുന്നു. അതിനായി ഈ രണ്ടാഴ്ച ആദ്യമേ തൊട്ടേ അത് പ്ലാൻഡ് ടാർഗറ്റഡ് യുദ്ധമായിരുന്നല്ലോ. അതായത് ആദ്യമേ കയറുന്നു, സൈനിക മേധാവിയെ തകർക്കുന്നു, റവല്യൂഷണറി ഗാർഡ് മേധാവിയെ തകർക്കുന്നു, ആണവ ശാസ്ത്രജ്ഞന്മാരെ തകർക്കുന്നു, സൈനിക ബേസുകൾ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ, സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവി തകർക്കുന്നു, ഇന്റലിജൻസ് മേധാവിന്റെ ഓഫീസ് തകർക്കുന്നു, പോലീസ് സ്റ്റേഷനുകൾ തകർക്കുന്നു. അതായത് എല്ലാം തകർക്കുന്നു. ആദ്യമേ ലോഞ്ചറുകൾ, അതിനുശേഷം ലോഞ്ചറുകൾ തകർക്കുന്നു. ഓരോ ദിവസവും ലോഞ്ചറുകൾ എവിടാണെന്ന് കണ്ടെത്തി വീണ്ടും വീണ്ടും തകർക്കുന്നു. അപ്പം ആ തകർത്ത് പ്രാപ്തമാക്കി ഒരുക്കിയതിന് ശേഷം ഈ ആണവ കേന്ദ്രങ്ങൾ 200 അടി 250 അടി താഴ്ചയിലായതുകൊണ്ട് അതിന് പ്രാപ്തമായിട്ടുള്ള ഒരായുധം ഇന്ന് ലോകത്തൊരിടത്തേ ഉള്ളൂ. അത് B2 ബോംബറുകളാണ്. അത് വഹിക്കാനുള്ള ക്യാരിയറും അമേരിക്കയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവരുടെ സഹായം വേണം. അതിനാണ് ഈ രണ്ടാഴ്ച നിരായുധീകരിക്കുന്നതിന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അതിന് ശേഷം വീണ്ടും റിസ്ക് ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്ന് പറയുന്ന പല സ്കീമുകളുണ്ട് ഇസ്രായേലിന്. നമ്മൾ ഉദ്ദേശിക്കുന്ന യുദ്ധതന്ത്രമല്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ ആത്മഹത്യാ സ്ക്വാഡിനെ വെച്ച് പോലും യുദ്ധം ജയിക്കാൻ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ തയ്യാറായിരുന്നു എന്ന് നേരത്തെ ഇന്റർനാഷണൽ മീഡിയാസിലും അല്ലെങ്കിൽ ഈ പറയുന്ന മിലിറ്ററി അല്ലെങ്കിൽ യുദ്ധ വിശകലനം ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നലെ ഈ പറയുന്ന മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടും തകർത്തത്. എർദോ അല്ലെങ്കിൽ നെതാൻസ് എബൈസിൻ അല്ലെങ്കിൽ അതിനകത്ത് ഫോർദോ ആണവ കേന്ദ്രത്തിനകത്ത് ആക്രമിക്കുന്നതിന് മുമ്പ് വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് ഇസ്രായേലിന്റെ ഈ പറയുന്ന ആത്മഹത്യാ സ്ക്വാഡ് 100 അടിയോളം താഴ്ചയിൽ ചെന്ന് ആ വൈദ്യുതി വിച്ഛേദിച്ച് തിരിച്ചു കയറിയതിന് ശേഷമാണ് ബോംബറുകൾ ഒരു പക്ഷേ അവിടെ ബോംബിട്ടത്, അത് തകർത്തത് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. അതായത് ഈ ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രമാണ് ഈ പറയുന്ന അണുവായുധം ഉണ്ടാക്കാൻ ഏറ്റവും പ്രാപ്തമായിട്ടുള്ളതും അല്ലെങ്കിൽ അത്തരത്തിൽ അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതും അത്തരത്തിൽ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതും എന്നാണ് ഈ പറയുന്ന ലോക മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് സൂപ്പർസോണിക് മെഷീനുകൾ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഷൽ മെഷീനുകൾ എന്നൊക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളിടത്താണ് ഈ പറയുന്നത് പോലെ ആത്മഹത്യാ സ്ക്വാഡുകൾ വളരെ ആഴത്തിൽ 100 അടിയോളം ആഴത്തിൽ ഇറങ്ങിപ്പെന്ന് വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം ബോംബിംഗ് നടത്തുന്നത്. അതായത് ഏത് രീതിയിലും അവർക്ക് നിലനിൽപ്പുണ്ടാവണം, യുദ്ധം ജയിക്കണം, അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ ആണ് കണ്ടത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഒരാൾക്ക് ജയിക്കണം, നിലനിൽപ്പിന്റെ ഭാഗമാണ്, മറ്റൊരാൾക്ക് ബാക്കിയുള്ളവരെ നശിപ്പിക്കണം. ഈ രണ്ട് മാനസികാവസ്ഥകൾ
തമ്മിലുള്ള യുദ്ധമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാവണമെങ്കിൽ ഇറാനിനകത്ത് എന്തൊക്കെ ഉണ്ട്, അവരെ അടിച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ എത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പഠിച്ച് അല്ലെങ്കിൽ അത് ശരിക്കും ആഴത്തിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇറാൻ ഇസ്രയേൽ ആക്രമിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കണം. കാരണം ഇതിനെക്കാട്ടി വലിയ കാലത്ത് ഈ പറയുന്നത് പോലെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ 48-ന് ശേഷം ഒന്നുമില്ലാത്ത സമയത്ത്, ഒന്ന് ഡെവലപ്പ് ആവാൻ പോലും പ്രാപ്തിയില്ലാത്ത സമയത്ത് ഈ കൊച്ചു രാജ്യത്തെ ആക്രമിച്ചു. അതായത് പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ലോകശക്തികൾ ആക്രമിച്ചിടത്ത് അന്ന് യുദ്ധം ജയിക്കുന്നതിന് ബുദ്ധിപരമായ നീക്കം നടത്തി യുദ്ധം ജയിച്ച പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. മനസ്സിലായില്ലേ? അപ്പം ഇസ്രായേലിനെ കുറച്ച് കാണാൻ പറ്റുന്നത് യുദ്ധം ജയിച്ചു. അതായത് ഈ ലിമിറ്റഡ് ആക്രമണത്തിന് ശേഷം അമേരിക്ക തിരിച്ചുപോയി. ഇനി അമേരിക്കയെ ആക്രമിച്ചാൽ വീണ്ടും ആക്രമണം ഉണ്ടാവും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പക്ഷേ ഇനി പത്രസമ്മേളനം വിളിച്ച് സംസാരിക്കാൻ പോകുന്നത് തന്നെ. മാത്രവുമല്ല, ഇന്നലെ പറഞ്ഞു ആരില്ലേലും ഞങ്ങൾ യുദ്ധം ജയിക്കും. ആണവ കേന്ദ്രങ്ങൾ ഒരു പക്ഷേ പൂർണ്ണമായിട്ട് തകർക്കുന്നതിന് വേണ്ടി ബോംബർ വിമാനങ്ങൾ വേണ്ടി വരുമെന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ള രീതിയിൽ ആ രാജ്യത്തെ നിരായുധീകരിക്കാൻ പൂർണ്ണമായിട്ടും ഇസ്രായേലിന് കഴിയുമായിരുന്നു. ഒരു പക്ഷേ രണ്ടാഴ്ച അമേരിക്ക ചോദിച്ചിടത്ത് ഒരു 4-5 ദിവസം മാത്രം മതിയായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇന്നലെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളല്ല, ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് സത്യാവസ്ഥ റിപ്പോർട്ട് ചെയ്യണമല്ലോ. കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാളെ ഫണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു, സമാസമം നിൽക്കുന്നു എന്നുള്ള കമന്ററി അടിച്ചുകൊണ്ട് നിന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലൈവായിട്ടായിരുന്നല്ലോ യുദ്ധം. ഇസ്രായേൽ നടക്കുന്ന മൊത്തം കാര്യം ലോകത്ത് ലൈവാണ്. നിങ്ങൾക്കറിയാം ആ രാജ്യം അത്ര ജനാധിപത്യം, ആ രാജ്യത്ത് ഓരോയിടത്തും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ആശുപത്രികൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂളുകൾ ബോംബ് വിട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ തലസ്ഥാനത്ത് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെല്ലാം അവരുടെ പ്രധാനമന്ത്രി ചെന്ന് വിലയിരുത്തുന്നത് നമുക്ക് കാണാം. ഇന്നലത്തെ ഔദ്യോഗിക റിപ്പോർട്ട് 21 പേര് കാഷ്വാലിറ്റി ഇസ്രായേൽ സംഭവിച്ചു, 683 പേര് ഇറാന് സംഭവിച്ചു. അപ്പൊ മറ്റേടത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഊഹിക്കുകയാണ്, കത്തുന്ന മാത്രം കാണും, പുക മേപ്പോട്ട് പോകുന്നുണ്ട്, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല, അതുപോലെ പുകഞ്ഞോണ്ടിരിക്കുക. അപ്പം അതാണ് സംഭവിക്കുന്നത്. മറ്റേടത്തെ എല്ലാം സുതാര്യമാണ്. ഞങ്ങളുടെ ഇത്ര പേര് മരിച്ചു, ഇത്ര സംവിധാനങ്ങളുണ്ട്, ഇന്നിടത്ത് അതാണ്ട് പ്രധാനമന്ത്രി അവിടെ നിൽക്കുന്നു. മറ്റേ ആ താടിക്കാരൻ അപ്പൂപ്പനെ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനെങ്കിൽ പറയുന്നതിന് എന്റെ കീഴിൽ വന്ന് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, പോടാ മറ്റേ ഒക്കെയാ വിളിക്കുന്നത്. കാരണം ഞാൻ ഈ താടിക്കാരൻ അപ്പൂപ്പനെ കാണാൻ വേണ്ടി ഇരിക്കുക, പടം മാത്രമേ കാണുന്നുള്ളൂ. ഈ മദന്യാവിനെ കാണുന്നത് പോലെ ആ പറയുന്ന ഖമീനിയെ ഒന്ന് കാണാൻ എത്രയോ കാലം കൊണ്ട് നമ്മുടെ കണ്ണു പൊഴിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സംശയങ്ങൾ പറയുന്നത്, ഉണ്ടോ ഇല്ലയോ, അശരീരിയാണോ എന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഇതേ രീതിയിൽ ആ ഒരുക്കത്തിന് വേണ്ടിയുള്ള സമയമായിരുന്നു 2 ആഴ്ച. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ടോക്ക് സംസാരിച്ചപ്പോൾ ആർക്കാർക്ക് ബോധ്യപ്പെട്ടില്ല, ട്രംപ് പോയി. മാത്രമല്ല ഇന്നലെ ഇറാനിൽ ഉണ്ടായ ഒരു വലിയ സ്ഫോടനം, ആ റിക്ടർ സ്കെയിൽ 5.2 രേഖപ്പെടുത്തിയ സ്ഫോടനം, അവരുടെ സൈനിക കേന്ദ്രത്തിനടുത്ത് നടത്തിയ സ്ഫോടനം, ഇത് കഴിഞ്ഞ നവംബർ 6-ാം തീയതി നടന്നിരുന്നു. ഇത് ഒരു പക്ഷേ ആണവ പരീക്ഷണമായിരുന്നു എന്ന് ലോകത്തിനകത്ത് ഇന്റലിജൻസ് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം രേഖപ്പെടുത്തുന്നു. അതിനനുസരിച്ച് GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ 2 ആഴ്ച കാത്തിരിക്കാൻ ഒക്കത്തില്ല, ആണവായുധ പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള സമ്മർദ്ദം കൂടി അമേരിക്കയുടെ ഭാഗത്ത് വന്നു എന്നുള്ള റിപ്പോർട്ടും നമുക്ക് വരുന്നുണ്ട്. അതാണ് അടിയന്തരമായിട്ട് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഇത്തരത്തിൽ സമാധാനം അല്ലെങ്കിൽ സെക്യൂരിറ്റി കമ്മിറ്റി വിളിച്ചിട്ട് ട്രംപ് അത്തരത്തിൽ ഒരു തീരുമാനം രാത്രിയിൽ തന്നെ എടുത്തത് എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് ഒരുക്കിയത് ഇസ്രായേൽ ആത്മഹത്യാ സ്ക്വാഡാണ്. ഇത്തരത്തിലൊരു വലിയ ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. ഇറാൻ തോറ്റു, ഇസ്രായേൽ ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതാണ്. എന്തായാലും ഇസ്രയേൽ വഴി ഒരുക്കി കൊടുക്കുകയായിരുന്നു അമേരിക്കയ്ക്ക്. അതിന് ചർച്ചയ്ക്കിടെ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ 100 അടിയോളം താഴ്ചയിൽ ആണവ കേന്ദ്രങ്ങൾക്ക് മുകളിൽ പറന്നിറങ്ങി വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷമാണ് ബോംബിട്ടത്. അത്തരത്തിലായിരുന്നു ഇസ്രയേലിന്റെ ആത്മഹത്യാ സ്ക്വാഡ് പ്രവർത്തിച്ചത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.